റബ്ബർ വിലയിടിവിൽ കർഷകർ നട്ടം തിരിയുമ്പോഴും പാലായിൽ റബ്ബർ സൊസൈറ്റികൾ നടത്തിയത് കോടികളുടെ തട്ടിപ്പ്. അംഗങ്ങളുടെ നിക്ഷേപത്തുകയും വിറ്റ റബ്ബറിന്റെ പണവും തിരികെ നൽകാതെയാണ് 2 റബ്ബർ സൊസൈറ്റികൾ കോടികളുടെ വെട്ടിപ്പ് നടത്തിയത്. വഞ്ചിതരായ ആയിരക്കണക്കിന് കർഷകർ മന്ത്രിമാരുൾപ്പെടെയുള്ളവർക്ക് തെളിവ് സഹിതം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. പാലാ മാർക്കറ്റിംഗ് സഹകരണ സംഘം, മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സഹകരണ സംഘം എന്നീ സ്ഥാപനങ്ങളിലെ നിക്ഷേപകരാണ് കോടികളുടെ തട്ടിപ്പിന് ഇരയായത്. റബ്ബർ പാൽ, റബ്ബർ ഷീറ്റ്, അനുബന്ധ വസ്തുക്കൾ എന്നിവ കർഷകരിൽ നിന്ന് സംഭരിക്കുന്നതിനായാണ് 1960കളിൽ 2 സ്ഥാപനങ്ങളും ആരംഭിച്ചത്. എന്നാൽ 6 വർഷമായി കോടികളാണ് സ്ഥാപനങ്ങൾ നിക്ഷേപകരും അംഗങ്ങളുമായ കർഷകർക്ക് നൽകാനുള്ളതെന്ന് തട്ടിപ്പിനിരയായവർ ചൂണ്ടിക്കാട്ടുന്നു. 300 കോടിയിലേറെ രൂപയാണ് ഇവരുടെ ബാധ്യതയെന്ന് ഓഡിറ്റ് റിപ്പോർട്ടുകളിലും വ്യക്തമാണ്. ജോയി എബ്രാഹിം MP പ്രസിഡന്റായ MRM PCSന് ഏതാണ്ട് 163 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ട്. അതിൻ്റെ അറ്റനഷ്ടം 73 കോടി രൂപയിൽ അധികമാണ്. സംഘങ്ങളുടെ ഡയറക്ടർമാരുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടത്തിയതെന്ന് നിക്ഷേപകർ പറയുന്നു. ഇതിന്റെ തെളിവ് സഹിതം KM മാണി ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയായി നൽകിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ഞാൻ ഏകദേശം 1 മാസം കഴിഞ്ഞ് എൻ്റെ പലിശയും മുതലും കൂടി തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് തരാനായിട്ട് മുതിർന്നില്ല. പിന്നെ മാസങ്ങൾ നീട്ടി പറയുകയാണ് ചെയ്തത്. റബ്ബർ വിലയിടിവ് കൂടിയായതോടെ തട്ടിപ്പിനിരയായ കർഷകർ നരകയാതന അനുഭവിക്കുകയാണ്. സ്വന്തം മണ്ഡലത്തിൽ ഈ തട്ടിപ്പുകൾ അരങ്ങേറുമ്പോൾ KM മാണി മന്ത്രിയായിരുന്നു. ആയിരക്കണക്കിന് റബ്ബർ കർഷകർ ദുരിതത്തിലായിട്ടും അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നതേയില്ല. സർക്കാരിന് റബ്ബർ കർഷകരോടുള്ള നിഷേധാത്മക സമീപനത്തിന് മറ്റൊരു ഉദാഹരണം കൂടിയാവുകയാണിത്. ക്യാമറാമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.